भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സാഹിത്യം തീരെയില്ല, കഥകൾ പറയവെ സംശയം തീരുകില്ല. സംഗീതം തോന്നുകില്ല, കവിതയുണരുവാൻ സംസ്കൃതം തീരെയില്ല. എന്നിട്ടും നിന്റെ പുണ്യകഥകൾ പറയുവാൻ എത്തിയോരെൻ്റെയുള്ളിൽ. വാക്കായി നീ തന്നെയെത്തൂ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷര പൂജയിൽ ഇന്ന് 854 ദിവസം, ഏകാദശ സ്കന്ധം 23 അധ്യായത്തിൽ 17 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. അവന്തിയിലെ ബ്രാഹ്മണന്റെ കഥ, ദ്വിജഗീത, അതാണ് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ ബ്രാഹ്മണന്റെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ അവസ്ഥ പറഞ്ഞതിന് ശേഷം ഭഗവാൻ പറയുകയാണ്. അദ്ദേഹം ആലോചിച്ചിട്ട് പറയുന്നു, അർത്ഥസ്യ സാധനേ സിദ്ധ ഉത്കർഷേ രക്ഷണേ വ്യയേ നാശോപഭോഗ ആയാസസ്ത്രാസശ്ചിന്താ ഭ്രമോ നൃണാം. ധനത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അർത്ഥസ്യ സാധനേ, ധനം സമ്പാദിക്കുന്നതിൽ, പിന്നെ സിദ്ധേ, സിദ്ധിച്ചിരിക്കുന്ന സമയത്ത്, ഉത്കർഷേ, അത് വർദ്ധിക്കുമ്പോൾ, രക്ഷണേ, അതിനെ പരിപാലിക്കുമ്പോൾ, വ്യയെ, ചിലവ് ചെയ്യുമ്പോൾ, നാശോപഭോഗേ, നാശത്തിലും അനുഭവിക്കുന്നതിലും, ആയാസഃ, പ്രയാസം, ത്രാസഃ, ഭയം, ചിന്ത, വിചാരം, ഭ്രമഃ, ഭ്രമം, നൃണാം ഭവന്തി, മനുഷ്യർക്കുണ്ടാവുന്നു. ധനത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ഭഗവാൻ ആ ബ്രാഹ്മണന്റെ വാക്കുകളായിട്ട് പറയുകയാണ്. പണം സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ അധ്വാനം, അത് വലിയ ദുഃഖമാണ് അല്ലേ? സമ്പാദിച്ച് കയ്യിലെത്തിക്കഴിഞ്ഞാലോ പിന്നെ ഭയം, വർദ്ധിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിചാരം, പരിപാലിക്കാൻ വലിയ പ്രയാസം, ചിലവ് ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞൂലോ, എൻ്റെ കയ്യിലുള്ളത് നഷ്ടപ്പെടുകയാണല്ലോ എന്നുള്ള വിഷമം, നശിക്കുമ്പോൾ അസഹ്യമായിട്ടുള്ള ദുഃഖം, അനുഭവിക്കുമ്പോൾ ചിലവാകുന്നല്ലോ എന്ന ചിന്ത. ഇങ്ങനെ ധനം സർവഥാ
അനർത്ഥത്തിന് കാരണമാണ്. അർത്ഥം എന്നാണ് പേര് എങ്കിലും ധനം അനർത്ഥമാണ് എന്ന ബ്രാഹ്മണൻ പറയുന്നു. എന്നിട്ട് പറയുകയാണ്, സ്തേയം ഹിംസാനൃതം ദംഭ കാമ ക്രോധ സ്മയോമത ഭേദോ വൈരം അവിശ്വാസ സംസ്പർദ്ധ വ്യസനാനിച്ച. സ്തേയം എന്ന് വെച്ചാൽ കളവ്, ഹിംസ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അനൃതം നുണ, ദംഭ വഞ്ചന, കാമഹ അന്യന്റെ മുതലിലുള്ള ആഗ്രഹം, ക്രോധ ദേഷ്യം, സ്മയ ഗർവ്, മദഹ അവിവേകം അല്ലെങ്കിൽ അഹങ്കാരം, ഭേദ വിഷമഭാവന, വൈരം മത്സരം, അവിശ്വാസ വിശ്വാസമില്ലായ്മ, സംസ്പർദ്ധ അസഹ്യത, വ്യസനാനി വ്യസനങ്ങൾ. ഇപ്പൊ പണം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം ഒരാളിലുണ്ടായാൽ ആദ്യം അതിനുവേണ്ടി എന്തു ചെയ്യാൻ സാധ്യതയുണ്ട്? കളവ് ചെയ്യും, പിന്നെ നുണ പറയും, അന്യരെ ദ്രോഹിക്കും, യോഗ്യനാണ് എന്ന് വിചാരിച്ച് തരം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ളവരെ വഞ്ചിക്കും, അന്യന്റെ മുതൽ ആഗ്രഹിക്കും, കിട്ടാതെ വരുമ്പോൾ ദേഷ്യപ്പെടും. ഈ 6 ദോഷങ്ങൾ ധനം സമ്പാദിക്കാൻ പരിശ്രമിക്കുന്ന കാലത്തുണ്ടാവും. ഇനി ധനം ഉണ്ടായിക്കഴിഞ്ഞാലോ ഗർവുണ്ടാവും, അഹങ്കാരം, വിഷമഭാവന, മത്സരം, അവിശ്വാസം, സ്പർദ്ധ, സ്ത്രീസേവ, ചൂതുകളി, മദ്യപാനം. ഇങ്ങനെ 9 ദോഷങ്ങൾ ആ നിലയ്ക്കും ഉണ്ടാവും. അതുകൊണ്ട് ഏതേ പഞ്ചദശാനർത്ഥ ഹ്യർത്ഥമൂലാമതാനൃണാം തസ്മാദനർത്ഥമർത്ഥാഖ്യം ശ്രേയോർത്ഥി ദൂരതസ്ത്യജ്. ഇവിടെ പറയാണ്, ഏതേ ഈ പഞ്ചദശ 15 അനർത്ഥാഹ ദോഷങ്ങൾ. 1 6 ധനമുണ്ടാക്കാനും 9 ധനമുണ്ടായിക്കഴിഞ്ഞാലും അതിൽ മിക്കവാറും എണ്ണം അല്ലേ, ആ മറ്റുള്ളവരെ ദ്രോഹിക്കുക, സ്ത്രീസേവ, ചൂതുകളി, മദ്യപാനം, ഈ 4 എന്താണ്? കലിയുടെ ഇരിപ്പിട സ്ഥാനങ്ങളാണ് നമ്മൾ കേട്ടു. അതേപോലെ ജാതരൂപം എന്ന് പറഞ്ഞാൽ സ്വർണം, സമ്പത്ത്. അപ്പൊ സമ്പത്ത് തന്നെ കലിയുടെ വാസസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് അർദ്ധമൂലാഹി മത, ധനം നിമിത്തം തന്നെ ഇത്തരം അനർത്ഥാഹ നൃണാം, മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അർത്ഥാഖ്യം അനർത്ഥം, അർത്ഥം എന്ന് പേരുള്ള ഈ അനർത്ഥത്തെ ശ്രേയോർത്ഥി, ശ്രേയസിനെ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തു വേണം? അതിനെ ദൂരതഃ ത്യജൽ, ദൂരെ ഉപേക്ഷിക്കണം എന്നാണ്. അടുത്തൊന്നും പോരാ, ദൂരെ കളയണം. അടുത്തുണ്ടെങ്കിൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ 15 ദോഷങ്ങൾ ധനാശ കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ധനത്തിന് അർത്ഥം എന്നുള്ള പേര് നിരർത്ഥമാണ്, അതിന് യോജിച്ച പേര് അനർത്ഥമാണ്. അതുകൊണ്ട് ദുഃഖങ്ങളിൽ നിന്ന് കരകയറണം, ശ്രേയസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും ഈ ധനത്തിലുള്ള ആഗ്രഹത്തെ, ധനാശയെ ദൂരെ കളയണം. ഭിദ്യന്തേ ഭ്രാതരോദാര പിതര സുഹൃദസ്തഥാ ഏകാസ്നിഗ്ധ കാകിണിന സദ്യ സർവേരയ കൃത. ഭ്രാതരഹ ജ്യേഷ്ഠാനുജന്മാര്, ദാര ഭാര്യ, പിതരഹ അമ്മയും അച്ഛനും, സുഹൃദ സുഹൃത്തുക്കളും, ഏകാസ്നിഗ്ധാഹ ഏകപ്രാണന്മാരായും അതിസ്നേഹിതന്മാരായിരിക്കുന്നവർ കൂടി. ഇവിടെ കാകിണിനാ ഭിദ്യന്തേ, കാകിണി കൊണ്ട് ഭേദിക്കുന്നു. സദ്യ സർവേ അരേഹ കൃത, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ, ഇവരൊക്കെ പെട്ടെന്ന് ശത്രുക്കളായി മാറുന്നു, ധനമുണ്ടാക്കി. 20 കവിടിയാണ് കാകിണി എന്ന് പറയുക. അപ്പൊ ഇതിന് എത്രയാ? 20 കവിടി വാങ്ങാനുള്ള പൈസ എന്ന് വെച്ചാൽ വളരെ തുച്ഛമായിട്ടുള്ളൊരു സംഖ്യ. ഇത്ര നിസ്സാരമായിട്ടുള്ള സംഖ്യയ്ക്ക് പോലും ആ ഒരു 20 കവിടികൾക്ക് വേണ്ടി പോലും എന്ന് ചുരുക്കം ജ്യേഷ്ഠാനുജന്മാര് തല്ലുകൂടുന്നു, അമ്മയച്ഛന്മാര്, പ്രാണസ്നേഹിതന്മാര്, മിത്രങ്ങൾ, ഇവരൊക്കെ തല്ലുകൂടി പിരിയുന്നു. ഉടനെ ഈ മിത്രങ്ങളൊക്കെ തന്നെ ശത്രുക്കൾ എന്ന നിലയിലേക്ക് വരുന്നു. ഈ ധനത്തിന്റെ ഒരു പ്രത്യേകതയാണിത്. ധനമുള്ളിടത്ത് ഇത്തരത്തിലുള്ള
ചിന്തകളുണ്ടാവും. അതുകൊണ്ട് ധനം ആവശ്യത്തിന് മാത്രം, അന്നന്നത്തേക്കുള്ളത് മാത്രമേ പാടുള്ളൂ എന്നാണ്. സൂക്ഷിക്കുന്നത് ശരിയല്ല എന്നാണ്. സൂക്ഷിച്ചാൽ ഇത് അപകടമാണ്. ഇപ്പൊ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയും. അത് മറ്റൊരർത്ഥത്തിൽ. ഇവിടെ ധനം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖങ്ങൾ പിന്നാലെ പിന്നാലെ വരും. അർദ്ധേനാൽപീയ സാഹ്യേതേ സംരബ്ധാ ദീപ്തമന്യവ ത്യജന്ത്യാശു സ്പൃധോ ഘ്നന്തി സഹസോത്സൃജ്യ സൗഹൃദം ഏതേ അൽപീയസ അർദ്ധേന. ഇവർ ഏറ്റവും ചുരുങ്ങിയ ധനം കാരണം പോലും സംരബ്ധ ക്ഷോഭിച്ചും ദീപ്തമന്യവ ദീപ്തമായ ഉജ്ജ്വലിച്ച കോപത്തോടുകൂടിയും സ്പൃധ സ്പർദ്ധിക്കുന്നവരുമായിട്ട് സഹസാ സൗഹൃദം ഉത്സൃജ്യ പെട്ടെന്ന് സ്നേഹത്തെ വിട്ട് ത്യജന്തി അന്യോന്യം വെടിഞ്ഞ് ആശു ഘ്നന്തി വേഗത്തിൽ ദ്രോഹിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. നോക്കൂ, മാതാപിതാക്കന്മാർ കൂടി നിസ്സാരമായ ധനം കാരണം ചേർച്ചയില്ലാത്തവരായിട്ട് തീർന്നു. ദേഷ്യമുണ്ടാകുന്നു, അന്യോന്യ സ്നേഹമില്ലാതെയാവുന്നു. അവർ തമ്മിൽ വലിയ ശത്രുതാഭാവം വരുന്നു. ശത്രുതാഭാവം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവുന്നു. അതുകൊണ്ട് ധനം എന്നും അപകടമാണ് എന്ന് മനസ്സിലായി ആ അവന്തിയിലെ ബ്രാഹ്മണന്. പറയുന്നു അദ്ദേഹം, ലബ്ധ്വാ ജന്മാമരപ്രാർത്ഥ്യം മാനുഷ്യം തദ്വിജാഗ്രതാം തദനാദൃത്യയേ സ്വാർത്ഥം ഘ്നന്തി യാന്തി അശുഭാം ഗതി. അമരപ്രാർത്ഥ്യം മാനുഷ്യം ജന്മ. ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന മനുഷ്യജന്മം കിട്ടിയിട്ട് അല്ലേ? നമ്മൾ പഞ്ചമസ്കന്ധത്തില് കേട്ടു, സ്ഥാനം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുമ്പോൾ അവിടെ ദേവന്മാരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും സുകൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാരതഭൂമിയിൽ മനുഷ്യരായി ഭക്തന്മാരായി പിറക്കാൻ ഞങ്ങളെ അനുവദിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് ബ്രഹ്മാവിനോട് ദേവന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, ഒരു മനുഷ്യജന്മം കിട്ടി, തദ്വിജാഗ്രത, അതിൽ തന്നെ ശ്രേഷ്ഠമായ കുലമഹിമ കൊണ്ട് ബ്രാഹ്മണ്യത്തെ കിട്ടി. ലഭിച്ചിട്ട് തത് അനാദൃത്യ, അതിനെ ലവലേശം ആദരിക്കാതെ, ആരാണോ സ്വാർത്ഥം ഘ്നന്തി, തൻ്റെ കാര്യത്തെ നശിപ്പിക്കുന്നത്, തേ അശുഭാം ഗതിം യാന്തി, അവര് നികൃഷ്ടമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഇഹത്തിൽ ധനാശ കൊണ്ടുള്ള ദോഷത്തെ വിവരിച്ചിട്ട് പറയുകയാണ്, ഇനി ഇത് കഴിഞ്ഞ് പരത്തിൽ ചെന്നാലോ? മനുഷ്യജന്മം സിദ്ധിച്ച ആളുകൾക്ക് മാത്രമേ ജനന മരണ ദുഃഖത്തിൽ നിന്ന് മോചനം ഉണ്ടാവുന്നുള്ളൂ. മോക്ഷം എന്നുള്ള അവസ്ഥ പൊതുവിൽ മനുഷ്യനാണെന്നാണ് പറയുക. അതുകൊണ്ട് ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന മനുഷ്യജന്മം, അതിൽ തന്നെ വിശേഷമായിട്ടുള്ള ബ്രാഹ്മണ ജന്മം, അത് കിട്ടിയിട്ട് പോലും അതിനെ ബഹുമാനിച്ച് അതിൻ്റെ വഴിയിലൂടെ തൻ്റെ കടമകളെ വേണ്ട പോലെ നിർവഹിച്ച് ധർമാനുസാരിയായി ജീവിച്ച് പരമപുരുഷാർത്ഥമാകുന്ന മോക്ഷത്തെ നേടുന്നതിനു പകരം ഈ ജന്മം നിരർത്ഥമാക്കി തീർക്കുന്നവർ മരിച്ചാൽ തീർച്ചയായും നരകദുഃഖം അനുഭവിക്കേണ്ടി വരും. സ്വർഗാപവർഗയോദ്വാരം പ്രാപ്യ ലോകമിമം പുമാൻ ദ്രവിണേ കോനുഷജ്ജേത മർത്യോനർത്ഥസ്യ ധാമനി. പറയുകയാണ്, സ്വർഗാപവർഗയോ, സ്വർഗത്തിൻ്റെയും അപവർഗം മോക്ഷത്തിൻ്റെയും ദ്വാര പ്രവേശനമാർഗമായ ഇമം ലോകം, ഈ ദേഹത്തെ പ്രാപിച്ചിട്ട് മർത്യം എന്ന് വെച്ചാൽ മരണമുള്ളവൻ, മരണധർമ്മമുള്ള കപ്പുമാൻ, ഏതൊരു മനുഷ്യൻ അനർത്ഥസ്യ ധാമനി, അനർത്ഥത്തിന്റെ സ്ഥാനമായിരിക്കുന്ന ദ്രവിണെ അനുഷജ്ജേത, ധനത്തിൽ ആസക്തനായിട്ട് തീരും. സ്വർഗപ്രാപ്തിക്ക് ഉപകരിക്കുന്ന യാഗാദി സൽക്കർമ്മങ്ങൾ നടത്താൻ, ജീവ ബ്രഹ്മൈക്യ സ്വരൂപമായ മോക്ഷത്തിലേക്ക് എത്താൻ, പരമാർത്ഥ ജ്ഞാനം സമ്പാദിക്കാൻ, അതിനുവേണ്ടിയാണ് ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത്. അത് കിട്ടിയാൽ താൻ മർത്യനാണ്, മരണമുള്ളവനാണ്, എപ്പോ വേണമെങ്കിലും മരിക്കാം, അല്ലേ? മാനുഷം ദുർലഭം മാനുഷം ജന്മ തതപ്യധ്രുവമർദ്ധതം എന്നാണ്. എപ്പോ വേണമെങ്കിലും, ഒരു നിശ്ചയവുമില്ല. അങ്ങനെ അതിനു മുമ്പ് പരമപുരുഷാർത്ഥത്തെ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, വിവേകമുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യുക. അയാൾ ഇഹത്തിലും പരത്തിലും ഒരുപോലെ ദുഃഖത്തെ നൽകുന്ന ഈ ധനത്തിന്റെ പിന്നാലെ പോവാന്ന് പറഞ്ഞാൽ
ആരാണ് അങ്ങനെ ആസക്തി വെച്ച് പുലർത്തുക? അത് വെക്കാതിരിക്കുകയാണ് വേണ്ടത്. വിവേകമുള്ളവരാരും ജന്മത്തിന്റെ പരമോദ്ദേശം മറക്കില്ല. കേവലം ഈ ജന്മത്തെ നരകത്തിലേക്കും ആധിവ്യാധികളിലേക്കും നയിക്കുന്ന ധനത്തിന്റെ പിന്നാലെ പോവില്ല എന്നാണ്. ധനപ്രാപ്തിയാണ് പരമപദം എന്ന് ആരും വിചാരിക്കില്ല. മനുഷ്യ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ പ്രാപിക്കേണ്ട ഉത്തമമായ പദവി അത് മോക്ഷമാണ്. അതിന് നമ്മളെ പലപ്പോഴും ചെറിയ രീതിയിലെങ്കിലും സഹായിക്കുന്ന ഒരു ഉപാധി മാത്രമാണ് ധനം, അല്ലേ? നമ്മൾ യാഗാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ദ്രവ്യം വേണ്ടി വരും, അതിന് ധനം ആവശ്യമാണ്. അല്ലാതെ ധനമാണ് പരമപ്രധാനം എന്ന് കരുതി കഴിഞ്ഞാൽ അത് ആരാണ് ഇങ്ങനെ ചിന്തിക്കുക? ഇതൊക്കെ ഈ ധനത്തിലുള്ള അത്യാസക്തി ഉപേക്ഷിക്കണം എന്ന ബ്രാഹ്മണൻ പറയുകയാണ്. ദേവർഷി പിതൃഭൂതാനി ജ്ഞാതീൻ ബന്ധുംശ്ച ഭാഗിന അസംവിഭജ്യ ചാത്മാനം യക്ഷവിത്ത പതത്യഥ. യക്ഷവിത്തൻ നേരത്തെ പറഞ്ഞു ഇല്ലേ, മറ്റാർക്കും കൊടുക്കാതെ കഴിയുന്ന ആൾ. എന്നിട്ട് പറയുകയാണ് ദേവർഷി പിതൃഭൂതാനി, ദേവന്മാര്, ഋഷികള്, പിതൃക്കൾ, ഭൂതങ്ങൾ, ഇവരെയും ജ്ഞാതീൻ തൻ്റെ വംശത്തിലുള്ള ആളുകളെയും ബന്ധുൻ ബന്ധുക്കളെയും ആത്മാനം ആത്മാവിനെയും ഭാഗിനഹ അവകാശികളായ മറ്റുള്ളവരെയും അസംവിഭജ്യ വിഭജിച്ചു കൊടുത്ത് തൃപ്തിപ്പെടുത്താതെ യക്ഷവിത്ത യക്ഷവിത്തൻ അധപതതി നരകത്തിൽ ചെന്ന് വീഴുന്നു. യാഗാദി കർമ്മങ്ങൾ ചെയ്ത് ദേവന്മാരെ, വേദാധ്യയനം ചെയ്ത് ഋഷികളെ, ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്ത് പിതൃക്കളെ, അതേപോലെ ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ കഴിവില്ലാത്ത ആളുകൾക്ക് അതിനുള്ള സഹായം ചെയ്ത് അതിഥി സൽക്കാരാദികൾ കൊണ്ട് മനുഷ്യരെ, അവരെ ആദരപൂർവം ക്ഷണിച്ച് സൽക്കരിക്കുന്നത് കൊണ്ട് ബന്ധുക്കളെ, സമയോചിതമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ശക്തിക്കനുസരിച്ച് മറ്റുള്ളവർക്ക് പലതും സമ്മാനമായിട്ട് കൊടുത്ത് അവരെയും സന്തോഷിപ്പിക്കുക. ഇതൊന്നുമില്ലാതെ സ്വർണം കാത്തു കിടക്കുന്ന ഭൂതത്താനെ പോലെ നമ്മൾ പറഞ്ഞു യക്ഷവിത്ത, അങ്ങനെ ചെയ്യുന്ന ആൾക്ക് നരകം മാത്രമാണ് ഗതി. അതുകൊണ്ട് ധനാദികൾ സമ്പാദിക്കുന്നവരിൽ ശ്രദ്ധിക്കുന്നവരെയല്ല, വേണ്ടതുപോലെ ചിലവ് ചെയ്യാതെ അത് സൂക്ഷിച്ചു വെക്കുന്ന ആളുകളാണ് കൂടുതൽ കുഴപ്പക്കാരെന്നാണ്. ധനാദികൾ സമ്പാദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അത് ധർമാനുസാരിയായി ഉപയോഗിക്കണം. ലോക നന്മയ്ക്ക്, ജീവന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ദാനം ഏറ്റവും വലിയ വിശേഷമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് ഈശ്വര പൂജയായിട്ട് അംഗീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുകയാണ് ഈ ലുബ്ധന്മാരെ, കൃപണന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ധനം ഉണ്ടാക്കുന്നതല്ല തെറ്റ്, ധനം ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെച്ച് അതിലുള്ള അത്യാസക്തി കൊണ്ട് മറ്റ് ധർമാനുസാരിയായിട്ടുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് അവിടെ പറഞ്ഞു വെക്കുന്നു. വ്യർത്ഥയാർത്ഥേഹയാവിത്തം പ്രമത്തസ്യ വയോബലം കുശല യേന സിദ്ധ്യന്തി ജരഠ കിം നു സാധയേ. വ്യർത്ഥയാ അർത്ഥേഹയാ, നിഷ്പ്രയോജനകരമായിരിക്കുന്ന ധനസമ്പാദന ക്ലേശം കൊണ്ട് പ്രമത്തസ്യ, തൻ്റെ കാര്യത്തെ മറന്ന എൻ്റെ ആ വിത്തം, എൻ്റെ ധനം, വയ ബലം, ധനം മാത്രമല്ല വയസ്സും ശക്തിയും നശിച്ചു. ഏന, യാതൊന്നിനാൽ, കുശലാഹ, സമർത്ഥന്മാര്, സിദ്ധ്യന്തി, വേണ്ടതിനെ സാധിക്കുന്നു, ജരഠ, വൃദ്ധനായ ഞാൻ, കിംന്നു സാധയെ, എനിക്ക് എങ്ങനെ ഇനി ഇത് സാധിക്കും. പറയുകയാണ്, മേൽപ്പറഞ്ഞ ഒരു വിധത്തിലും വേണ്ടതുപോലെ ചിലവ് ചെയ്തില്ല ഞാൻ. എൻ്റെ സ്വന്തം നന്മയെപ്പോലും ഞാൻ ആഗ്രഹിച്ചില്ല. വ്യർത്ഥമായ ധനം സമ്പാദിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കാലം കഴിച്ചു. ഇപ്പോൾ എൻ്റെ വയസ്സ് വളരെയധികമായി, എൻ്റെ ശക്തി നശിച്ചു. എനിക്കിനി എന്ത് കാര്യമാണ് ചെയ്യാൻ സാധിക്കുക? ഒന്നിനും കഴിയില്ല. സൽക്കാര്യത്തിൽ ചെലവ് ചെയ്ത പരമപുരുഷാർത്ഥം സമ്പാദിക്കാൻ ധനം ഇപ്പം എൻ്റെ കയ്യിലില്ല. വിവേകികൾക്ക് ഉപയുക്തമാക്കാവുന്ന ധനം ഉണ്ടായിരുന്നപ്പോൾ അതുകൊണ്ട് ഗുണം അനുഭവിച്ചില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല താനും. എന്നേക്കാൾ അവിവേകിയായിട്ട് ആരാണ് ഈ ലോകത്തുള്ളത്? ഞാൻ ചെയ്യേണ്ടത് ചെയ്തില്ലല്ലോ. ഇപ്പൊ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിനുള്ള ധനവും എൻ്റെ കയ്യിലില്ല. കസ്മാൽ സംക്ലിശ്യതയെ വിദ്വാൻ
വ്യർത്ഥയാർത്ഥേഹയാസകൃൽ കസ്യചിന്മായയാ നൂനം ലോകോയം സുവിമോഹിത. വിദ്വാൻ അറിവുള്ളവൻ വ്യർത്ഥയാ അർത്ഥേഹയാ നിഷ്പ്രയോജനമായ ധനാർജനത്തിന് വേണ്ടിയുള്ള ക്ലേശം അസകൾ എപ്പോഴും കസ്മാൽ എന്തു കാരണം സംക്ലിശ്യത ക്ലേശിക്കുന്നു. അയം ലോക ഈ ലോകം കസ്യചിൽ മായയാ ഏതോരുവന്റെ മായയാൽ സുവിമോഹിത നൂനം മോഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നിശ്ചയം. അപ്പൊ തന്നെ പോലെ അവിവേകികളായി കാണപ്പെടുന്നവരെ കുറിച്ച് ഇദ്ദേഹം വല്ലാതെ വിഷമിച്ചു പറയുകയാണ്. നോക്കൂ, ശാസ്ത്രാദികൾ പഠിച്ച് നാലു ഭാഗത്ത് നടക്കുന്ന അവസ്ഥകൾ കണ്ട് സജ്ജനങ്ങളുടെ ഉപദേശം കേട്ട് അറിവുള്ളവരായിട്ടുള്ള ജനങ്ങൾ പോലും എന്നെ പോലെ അർത്ഥാർജനത്തിനുള്ള ക്ലേശം നടത്തുന്നുണ്ടല്ലോ. അതിനെന്താ കാരണം? അതെൻ്റെ കുഴപ്പമാണോ? അല്ല, ഏതോരു മഹാനുഭാവന്റെ മായ ഈ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ശക്തിവിശേഷം തങ്ങളുടെ ബുദ്ധിക്ക് ആലസ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ, ആ ശക്തിവിശേഷം കാരണം ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവില്ലല്ലോ, ഇത്തരത്തിൽ ചെയ്യാൻ തോന്നില്ലല്ലോ. അതുകൊണ്ട് ഭഗവാന്റെ മായയിൽ എല്ലാവരും മോഹിക്കുന്നു എന്ന് അവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇത്രയധികം ജനങ്ങൾ ഭ്രമിക്കും, അത് ഭഗവാന്റെ മായയുടെ ശക്തിയാണ്. കിം ധനൈർ ധനതൈർവാ കിം കാമൈർവാ കാമതൈരുത മൃത്യുന ഗ്രസ്യമാനസ്യ കർമ്മഭിർവോത ജന്മതി. മൃത്യുന മരണം കൊണ്ട്, ഗ്രസ്യമാനസ്യ വിഴുങ്ങപ്പെടുന്നവന്, ധനൈ ധനങ്ങൾ കൊണ്ടോ, ധനദൈവ ധനം കൊടുക്കുന്നവരെ കൊണ്ടോ, കാമൈ കാമതൈ ഉത സുഖാനുഭവങ്ങൾ കൊണ്ടോ, സുഖാനുഭവത്തെ കൊടുക്കുന്നവരെ കൊണ്ടോ, ജന്മതൈ ജന്മങ്ങളെ ഉണ്ടാക്കി തീർക്കുന്ന കർമ്മഭിവ കർമ്മങ്ങൾ കൊണ്ടോ, കിം ഫലം എന്ത് ഫലമാണുള്ളത്? ധനമുണ്ടെങ്കിൽ സുഖമാണ്, അത് സമ്പാദിക്കാൻ ശ്രമിക്കണം, ശരിയാണ് എന്നാണെങ്കിൽ ധനം. അതേപോലെ ധനതൻ, ധനത്തെ കൊടുക്കുന്നവൻ, ധനതൻ എന്നുള്ളത് കുബേരന്റെ ഒരു പര്യായം കൂടിയാണ്. സുഖാനുഭവത്തിലുള്ള വിഷയങ്ങൾ അത് കൊടുക്കുന്ന ആളുകൾ, ബഹുവിധങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ, ഇതൊക്കെ മരണം സമീപിച്ച ഒരാൾക്ക് എന്താ അതുകൊണ്ടൊരു ഫലം ഉണ്ടാവുക? മരണം എപ്പോ വേണമെങ്കിലും ഉണ്ട് എന്നിരിക്കെ ധനാദികൾക്ക് ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. ധനത്തെ വിട്ടുപിരിയാതെ കഴിയുകയുമില്ല. മരിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചു പോകണം. അതുകൊണ്ട് ധനം സമ്പാദിക്കാനുള്ള അധ്വാനം വെറും നിഷ്ഫലം തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ഈ ബ്രാഹ്മണൻ. ആ ഭാഗത്തോടുകൂടി 27ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 28ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് നാളെ ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും
വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ.
മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.